എക്സ്ക്യൂസ് മീ, വണ്ടി ഒന്ന് നിർത്താവോ? അല്ല, ഒന്ന് നമുക്ക് 2 മിനിറ്റ് കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആ സ്ഥലത്ത് എത്തും. അപ്പോൾ അവിടെ പോവാം, അവിടെ വെക്കാം. അപ്പോൾ ചായയും കുടിക്കാം. ഓക്കെ. ദൈവമേ ശക്തി തരണേ. ടിമ്പറിൻ്റെ ഒക്കെ കണ്ടോടാ, വള്ളി ഇത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ ഇങ്ങനത്തെ. ആലയിലെല്ലാം കാണും മിക്കതിലും. ഡൽഹി പോയാൽ ആര്യവേപ്പ് ഇഷ്ടം പോലെ കാണാം. അതേപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലുണ്ട്. പക്ഷെ ഇവിടെ അരയാല് കൂടുതലുണ്ടല്ലേ. ഈ ആര്യവേപ്പിനും ആലിനൊന്നും വെള്ളം ഒരുപാട് വേണ്ട എന്ന്. അത് വെള്ളം ഒരുപാട് വേണ്ടാത്തതുകൊണ്ടല്ല, അതിൻ്റെ വേരുകൾ വളരെ ആഴത്തിൽ പോകുന്നതുകൊണ്ടാണ് നമുക്ക്. അപ്പോൾ ഇഷ്ടംപോലെ കിട്ടും വെള്ളം അവിടെ നിന്ന്. അതുകൊണ്ടാണ് വെള്ളം വേണ്ടാത്തത്. അതുകൊണ്ടാണ് ഈ തമിഴ്നാട്ടിലും ഇവിടെയൊക്കെ ഇങ്ങനെ കൂടുതൽ ആലും. അത് അണ്ടർഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നുണ്ട് ആല്, അത്രയും താഴത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനധികം ആവശ്യമില്ലല്ലോ. ബാക്കിയൊക്കെ കണ്ടു കഴിഞ്ഞാലേ നമ്മൾ കേരളത്തിലല്ലാന്ന് പറയില്ലല്ലേ. ഇല്ലില്ല. നീ എന്താ ഉറങ്ങണത്? കോട്ടുമായിരുന്നു. എന്ത് ആസ്വദിച്ച് ഇതിനാണ് പറയണത് ഉറക്കം എന്ന് നാട്ടിൽ പറയണത്? ഞാൻ ഇങ്ങനെയും പറയും. നോക്കണത് അപ്പുറം കണ്ട വലിയ ബിൽഡിംഗ് കൃഷി കേട്ടോ അവിടെ. കൃഷികൾ ഇത് മിക്കവാറും ഓണത്തിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളതായി. കൊള്ളാല്ലേ. തെങ്ങൊക്കെ കണ്ടോടാ. ഓരോ ആരെങ്കിലും പറയോ കേരള അല്ലാന്ന്? തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ തെങ്ങ്, കർണാടകയിലൊക്കെ ഉണ്ടല്ലോ തെങ്ങ്. പ്രകൃതി നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പറയില്ലല്ലോ. ഇല്ല, പക്ഷെ നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടോ തെങ്ങ് ഇങ്ങനെ തോട്ടമായിട്ട് ഉള്ളത് കൂടുതലും അവിടെയാണ് കാണുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാം, പിന്നെ ഇറങ്ങണ്ടേ? എടാ നിനക്ക് എന്തെങ്കിലും വാഷ്റൂമിൽ പോകണമെങ്കിൽ പോകാം. എനിക്ക് വേണ്ടി വണ്ടി നിർത്തി വണ്ടി നിർത്തി തന്നെ, ഇനി കിടന്ന് കരയരുത്. ഇറങ്ങിപ്പോടേ. ഈ കടയാണ് എനിക്ക് അഭയം തന്നത്. ഈ കടയിൽ എല്ലാവരും വന്ന് കയറണം. കടയുടെ പേരെന്താന്ന് എനിക്കറിയില്ല, തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. തമിഴ് വായിച്ച് പഠിച്ചിട്ട്. തമിഴല്ലടാ, കന്നഡയിലാണ് എഴുതിയേക്കണത്. ഇത്തിരി കോർത്തോ അങ്ങനെയൊക്കെ ആട്ടോ. എടാ ഉത്സവം വന്നാണ്ടോടാ. ഉത്സവമാണോ എന്താ ഫെസ്റ്റിവൽ ഇതാന്ന് തോന്നുന്നു കേട്ടോ. നോക്കിക്കടാ, നമ്മൾ കർണാട്ടിക് ട്രഡീഷണൽ ഫെസ്റ്റിവലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചമച്ചാന്മാരെ. എന്തായാലും അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു അല്ലേ.